Hello friends, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എഞ്ചിനീയറിംഗ് എന്തായാലും അഡ്മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓഗസ്റ്റ് 10-നോ അതിനു മുമ്പോ ഒക്കെ ആയിട്ട് ക്ലാസ്സുകളിലേക്ക് പോയി തുടങ്ങുകയാണ് നിങ്ങൾ ഓരോരുത്തരും. തീർച്ചയായിട്ടും 4 വർഷം നീളുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ് ബിടെക്. ഒരുപാട് പ്രതീക്ഷകളോടെ അതിലുപരി നിങ്ങൾ ഒരുപാട് അംബീഷ്യൻസ് ആയിട്ട് പോവുകയാണ് എഞ്ചിനീയറിംഗിന്റെ ആദ്യ പടി, അതായത് ഒരു കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പോയി അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ, എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പറച്ചിലുണ്ട്, ബിടെക്കുകാരെ കൊണ്ട്, എഞ്ചിനീയറിംഗ് പഠിച്ചവരെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അത്രയും കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡ് ആണ് എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ബിടെക് എടുക്കാൻ കാണിച്ച ധൈര്യത്തിന് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട്. എന്തുകൊണ്ട് ബിടെക് എടുത്താൽ നിങ്ങളുടെ ലൈഫ് സെറ്റാകും എന്നതിനും, അതുപോലെ തന്നെ ബിടെക് എടുത്താൽ എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ പണി കിട്ടും എന്നതിനും ചില എക്സാമ്പിൾസ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഏത് കോളേജിൽ പഠിക്കുന്നു എന്നുള്ളത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ CET-യിൽ നിങ്ങൾ പഠിക്കുന്നു. CET-യിൽ വരുന്ന കുട്ടികളെന്ന് പറയുന്നത് കീമിൽ തന്നെ ടോപ്പ് മാർക്ക് മേടിച്ചവരാണ്. അവിടെ പഠിച്ചിറങ്ങിയ അലുമിനീസിന്റെ നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ കോളേജ് ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും അതിനകത്തുള്ള ക്ലബ് ആക്ടിവിറ്റീസും അവിടെ വരുന്ന കമ്പനികളുടെ എക്സ്പോഷർ, അതായത് ഫുൾ പ്ലേസ്മെന്റ് ഉൾപ്പെടെ. ഇതേ ഒരു സാഹചര്യം നിങ്ങൾ ഒരു മാനേജ്മെന്റ് കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജുകളിൽ സാധാരണ ഒരു ബിടെക് കോഴ്സ് എടുത്ത കുട്ടികൾക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിലും വളരെ ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത്, സ്കൂൾ പോലെയല്ല, നിങ്ങൾ സ്വന്തമായിട്ടൊരു സെൽഫ് സ്റ്റഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി സ്റ്റഡി മാത്രമാണോ? അതൊരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. ഇപ്പോൾ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തവരുണ്ടാകും, അതുപോലെ തന്നെ AI റിലേറ്റഡ് പുതിയ കോഴ്സുകൾ, CS ഉൾപ്പെടെയുള്ള കോഴ്സുകൾ എടുത്തവരുണ്ടാകും. ഇവിടെയെല്ലാം ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് കോമൺ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നിങ്ങളെ തന്നെ ഇവോൾവ് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ആണ്. S1 S2 ആണ്. S3-ലേക്കും S4-ലേക്കും പോകുമ്പോൾ ഡീപ്പായിട്ടുള്ള കുറേ സബ്ജക്ട്സ് വരും. പിന്നെ ചിലപ്പോൾ സപ്ലി വന്നാൽ അത് എഴുതിയെടുക്കേണ്ടതായിട്ടുള്ള എക്സ്ട്രാ ലോഡ് വരും. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ്. എക്സ്പ്ലോർ എന്ന് പറയുന്നത് ഒന്ന് കോളേജ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കിൽ സെറ്റുകൾ ഇംപ്രൂവ് ചെയ്യാനുള്ള വലിയൊരു അവസരം കൂടിയാണ്. ഇപ്പോൾ പാഠ്യേതര പ്രവർത്തനമായിട്ട് നമ്മൾ സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ വരുമ്പോൾ അത് ജോബ് ഓറിയന്റഡ് ആണ്. അതായത് നിങ്ങളിവിടെ പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രി കൊണ്ട് ചിലർ M.Tech-ന് പോകുമെങ്കിലും ഭൂരിഭാഗം പേരും ഒരു ജോലി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ജോലി, അതല്ല എങ്കിൽ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ജോലിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്, അല്ലെങ്കിൽ ജോലി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരു സ്കിൽ സെറ്റ് അല്ലെങ്കിൽ സ്കിൽ ഇംപ്രൂവ്മെന്റ്, അപ്പ് സ്കില്ലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗുകാർക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഐഡിയോളജീസ് അല്ലെങ്കിൽ IS ടേബിൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലാതെ CS ആണെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ടെക്നോളജി, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, വെബ് ഡെവലപ്മെന്റ്, നിങ്ങൾ തന്നെ പഠിക്കുന്ന പ്രോഗ്രാമിംഗ് ഇൻ C, ജാവ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ബേസിക് മാത്രമാണ് അക്കാദമിക്സിൽ പഠിപ്പിക്കുന്നത്. അത് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് അപ്സ്കില്ല് ചെയ്യാമെന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ തന്നെയുള്ള കാര്യമാണ്. ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്, അല്ലെങ്കിൽ കോഴ്സുകളുണ്ട്. അതെല്ലാം ഈ ഫസ്റ്റ് ഇയറിന്റെ കൂടെ തന്നെ ചെയ്ത് വരികയാണ് എങ്കിൽ ഒരു 4th ഇയറിലാവുമ്പോൾ അല്ലെങ്കിൽ ഒരു 3rd ഇയർ ആവുമ്പോൾ നിങ്ങൾക്ക് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നോളജും അതുപോലെ തന്നെ സ്കിൽസും, അതിലുപരി നിങ്ങളുടെ CV-യിൽ ആഡ് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് ക്ലബ് മെമ്പർഷിപ്പുകളും പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. ഇതായിരിക്കും നിങ്ങൾ അവസാനം വാല്യൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അക്കാദമിക്സിൽ മാത്രം ഒതുങ്ങി പോകരുത്. അതോടൊപ്പം തന്നെ കോളേജിലെ നെറ്റ്വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന CAs-ഉമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റണം, ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ പറ്റണം, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് സെലക്റ്റീവായിട്ട് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റണം, അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് ഏത് കോളേജാണ് കിട്ടിയത്, ക്ലാസ്സുകൾ എന്നാണ് തുടങ്ങുന്നത്, ഒന്ന് കമന്റ് ചെയ്തേക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിന് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ മടിക്കേണ്ട. ഓൾ ദി ബെസ്റ്റ്.